പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംഘർഷം ലഘൂകരിക്കാനുള്ള ലോകരാജ്യങ്ങളുടെ ആഹ്വാനം കണക്കിലെടുക്കാതെ ഇസ്രയേലും ഇറാനും പരസ്പരം ആക്രമണം വ്യാപിച്ചിരിക്കുകയാണ്. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ വിന്യസിച്ച നയതന്ത്ര പ്രതിനിധികളെയും സൈനികരെയും തിരിച്ചു വിളിക്കാൻ അമേരിക്ക നടപടി തുടങ്ങിയെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്ന് മണിക്കൂറുകൾ പിന്നിടുമ്പോഴായിരുന്നു വെള്ളിയാഴ്ച ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചത്. ഇറാന്റെ ആണവ പരിപാടികൾ തന്നെയായിരുന്നു ഇസ്രയേലിന്റെ പ്രകോപനം. ഇസ്രയേൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചേക്കുമെന്ന് നേരത്തെ US ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ടായിരുന്നു. ഇസ്രയേൽ ഇറാൻ ആക്രമണം കനത്ത നഷ്ടമുണ്ടാക്കിയേക്കാമെന്ന് മുന്നിൽ കണ്ടാണ് അമേരിക്ക തങ്ങളുടെ ആളുകളെ തിരിച്ചു വിളിച്ചത്. ഇസ്രയേൽ ആക്രമണത്തിന് പിന്നിൽ അമേരിക്കയ്ക്ക് പങ്കുണ്ടെന്നാണ് ഇറാൻ വിശ്വസിക്കുന്നത്. പക്ഷേ അമേരിക്ക അത് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആണവ ചർച്ചകൾ നടക്കാനിരിക്കെ കൂടിയായിരുന്നു സംഘർഷം. എന്നാൽ ഇസ്രയേൽ ആക്രമണത്തോടെ ചർച്ചകളും വഴിമുട്ടി. ഇറാന്റെ ആണവ പരിപാടി മാത്രമാണോ നിലവിലെ സംഘർഷത്തിന്റെ കാരണം? ജൂൺ 13 വെള്ളിയാഴ്ച പ്രാദേശിക സമയം പുലർച്ചെയായിരുന്നു ഇറാന് നേരെ ഇസ്രയേലിന്റെ ആക്രമണം. തലസ്ഥാനമായ ടെഹ്റാനിലടക്കം ആക്രമണം ഉണ്ടായി. മിസൈലുകളും ഡ്രോണുകളും അടക്കം ഉപയോഗിച്ചായിരുന്നു ആക്രമണം. യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ച് ആണവ കേന്ദ്രങ്ങളും സൈനിക കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതായി ഇസ്രയേൽ സ്ഥിരീകരിച്ചെങ്കിലും തുടക്കത്തിൽ അമേരിക്ക ഇത് തള്ളിക്കളയുകയായിരുന്നു. ആക്രമണത്തിന് പിന്നാലെ ഇറാനിൽ നിന്നുള്ള തിരിച്ചടി സാധ്യത കണക്കിലെടുത്ത് ഇസ്രയേലിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ആക്രമണം തടയാൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പ്രവർത്തനക്ഷമമാക്കി. ഇറാന്റെ ആണവായുധ നിർമ്മാണം തടയുക എന്ന ലക്ഷ്യം മുൻനിർത്തിയായിരുന്നു ആക്രമണമെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവശ്യപ്പെട്ടത്. ഇറാന്റെ ആണവായുധ പദ്ധതികൾ തടയാനായി പുതിയ ആണവ കരാർ കൊണ്ടുവരാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശ്രമിക്കുന്നതിനിടെയാണ് ഇറാനും ഇസ്രയേലും തമ്മിൽ നേരിട്ടുള്ള സൈനിക സംഘർഷത്തിലേക്ക് എത്തിയത്. ഇസ്രയേൽ ആക്രമണത്തിൽ ഇറാൻ ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ് കോർപ്സ് മേധാവി മേജർ ജനറൽ ഹൊസൈൻ സലാമി, സൈനിക മേധാവി മുഹമ്മദ് ബഖേരി തുടങ്ങിയ സൈനിക ഉദ്യോഗസ്ഥരും ആണവ ശാസ്ത്രജ്ഞരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. സാധാരണക്കാരായ 50-ലേറെ പേർക്ക് പരിക്കേറ്റതായാണ് വിവരം. പരിക്കേറ്റവരിൽ 35 പേർ സ്ത്രീകളും കുട്ടികളുമാണ്. ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയതായി സ്റ്റേറ്റ് ടെലിവിഷൻ ചാനൽ റിപ്പോർട്ട് ചെയ്തു. ഇറാനിലെ 13 കേന്ദ്രങ്ങളാണ് ഇസ്രയേൽ മിസൈലുകളും ഡ്രോണുകളും ബോംബുകളും ഇട്ട് തകർത്തത്. അതിൽ പ്രധാനപ്പെട്ട ലക്ഷ്യമായിരുന്നു നതാൻസിലെ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രം. തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്ന് 225 കിലോമീറ്റർ മാറി ഇസ്ഫാൻ പ്രവിശ്യയിലാണ് ഈ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ആണവായുധമെന്ന ലക്ഷ്യത്തിലേക്ക് എത്താനായി യുറേനിയം സമ്പുഷ്ടീകരണം നടന്നുകൊണ്ടിരിക്കുന്ന കേന്ദ്രമാണ് നതാൻസിലേത്. ഇറാന്റെ ആണവ പദ്ധതികളുടെ കേന്ദ്രമായിരുന്ന ഇതാണ് ഇസ്രയേൽ ലക്ഷ്യമിട്ടത്. ആയിരക്കണക്കിന് സെൻട്രിഫ്യൂജുകളാണ് ഈ കേന്ദ്രത്തിലുള്ളത്. മരുഭൂമിയിൽ ഭൂമിക്കടിയിലായി 3 നിലകളെന്ന നിലയിൽ ഏകദേശം 1,00,000 ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ആണവ കേന്ദ്രമാണ് നതാൻസ് യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രം. ഈ കേന്ദ്രത്തിൽ ആക്രമണം നടന്നുവെന്ന് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. നാശനഷ്ടങ്ങളുണ്ടോ എന്നത് വ്യക്തമല്ല. എന്നാൽ ഇസ്രയേൽ ആക്രമണത്തിൽ ഓയിൽ റിഫൈനറികൾ അടക്കമുള്ള പ്രധാനപ്പെട്ട സംവിധാനങ്ങൾക്ക് തകരാർ സംഭവിച്ചിട്ടില്ലെന്നാണ് ഇറാന്റെ അവകാശവാദം. ഇസ്രയേലിന്റെ പ്രത്യാക്രമണത്തിൽ ഇസ്രയേലിനും കടുത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. മാസങ്ങൾക്ക് മുമ്പ് ഇസ്രയേൽ ലെബനനിലെ ഹിസ്ബുള്ളയ്ക്കെതിരെ ആക്രമണം കടുപ്പിച്ചപ്പോൾ ഇറാൻ ഇതിനെ പ്രതിരോധിച്ച് മുന്നിട്ടിറങ്ങിയിരുന്നു. ഇസ്രയേലിനെതിരെ നേരിട്ടുള്ള ആക്രമണമായിരുന്നു ഇറാൻ നടത്തിയത്. അതൊരു തുറന്ന യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഒന്നും സംഭവിച്ചില്ല. എന്നാൽ ഇപ്പോഴിതാ ആണവ പരിപാടിയുടെ പേരിൽ ആ പോര് തുടരുകയാണ്. ഏറ്റവും പുതിയ സംഭവവികാസങ്ങൾ ആരംഭിച്ചത് ആണവ നിരായുധീകരണ ചർച്ചകളുമായി ബന്ധപ്പെട്ടാണ്. ഇറാൻ യുറേനിയം ഉൽപ്പാദനം വർദ്ധിപ്പിച്ച് ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നുവെന്നാണ് ഇന്റലിജൻസ് വിവരത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇസ്രയേൽ ആരോപിക്കുന്നത്. ദിവസങ്ങൾക്കുള്ളിൽ 15 ന്യൂക്ലിയർ ബോംബുകൾ വരെ നിർമ്മിക്കാനുള്ള ശേഷി നിലവിൽ ഇറാനുണ്ടെന്ന വിവരം ലഭിച്ചുവെന്നാണ് മുതിർന്ന ഇസ്രയേലി സൈനിക ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ട് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തത്.
അതിനാൽ ഇറാന്റെ നീക്കം മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള സൈനിക നീക്കമാണ് ഇസ്രയേൽ നടത്തിയത് എന്നാണ് വിശദീകരണം. അതേസമയം ആണവായുധങ്ങൾ നിർമ്മിക്കുന്നുണ്ടെന്ന ആരോപണം ഇറാൻ പാടെ തള്ളിക്കളഞ്ഞു. അനാവശ്യമായ പ്രകോപനമാണ് ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ നടപടി പ്രാദേശിക സുരക്ഷയ്ക്കാകെ വെല്ലുവിളിയായി തീർന്നുവെങ്കിലും ഇറാൻ പ്രതികരിച്ചു. ഹിസ്ബുള്ള, ഹമാസ് തുടങ്ങിയ പ്രോക്സി സംഘടനകളുമായി ഇറാൻ ശക്തമായ പ്രാദേശിക ബന്ധം കെട്ടിപ്പടുത്തിയിട്ടുണ്ട്. ഇതിനെ സുരക്ഷാ ഭീഷണിയായാണ് ഇസ്രയേൽ കണക്കൂട്ടുന്നത്. ഇതോടെ ഇന്നത്തെ വാർത്ത തീർന്നു. ഇനി പുതിയ വാർത്തകളുമായി വേഗം തന്നെ വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.